72ാമത് നെഹ്റു ട്രോഫി വള്ളം കളിക്കായി പുന്നമടക്കായൽ ഒരുങ്ങി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ജലോത്സവം അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരത്തിൽ 6 ഹീറ്റ്സുകളാണ് ഉള്ളത്. ആദ്യ 4 ഹീറ്റ്സിൽ 4 വീതവും 5-6 ഹീറ്റ്സുകളിൽ 3 വീതവും വള്ളങ്ങൾ മത്സരിക്കും. ശരണ്യ സ്നേഹജനും ഒപ്പം എൽദോ പോളും അവിടെ പുന്നമടക്കായലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആവേശം പങ്കുവെക്കാനായി ചേരുന്നുണ്ട്. ആവേശ കാഴ്ചകൾ അതിൻ്റെ പാരമ്യത്തിലാണ് ഇപ്പോഴെന്ന് മനസ്സിലാകുന്നു. വലിയ ജനപങ്കാളിത്തമുണ്ട്. ആലപ്പുഴ ജില്ലയിലാകെ അവധിയാണ്. ആവേശം ഈ പറഞ്ഞ വള്ളംകളി പ്രേമികളുടെ ആവേശം എത്രത്തോളം ഉണ്ട് ഇത്തവണ? വലിയ ആവേശത്തിൽ തന്നെയാണ് ആലപ്പുഴ. കാരണം ഓണം അടുത്തിരിക്കുന്നു. തൊട്ടടുത്ത് അതിന് തൊട്ടോട് ചേർന്ന് തന്നെ വള്ളംകളി കൂടി വന്നതോടെ വലിയ ആവേശത്തിലാണ് പുന്നമട എന്ന് തന്നെ പറയാം. സംസ്ഥാനത്തിന്റെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളാണ് ഇവിടെ ഇന്ന് ഈ ജലമേള കാണുന്നതിനായി എത്തിയിരിക്കുന്നത്. നമുക്ക് ഈ ഗാലറികളിലെ ആവേശം കാണുമ്പോൾ തന്നെ അറിയാം എത്രമാത്രം സന്തോഷത്തോടെ പ്രതീക്ഷയോടെ ആളുകൾ കാത്തിരിക്കുകയാണ് ജലമാമാങ്കത്തിന് എന്നുള്ളതാണ്. കൃത്യം ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി തന്നെ ഉദ്ഘാടന സെഷൻ ആരംഭിക്കാൻ കഴിയുമെന്നുള്ളതാണ്. മുഖ്യമന്ത്രിയാണ് ഇത്തവണ ജലമേള ഉദ്ഘാടനം ചെയ്യുക. കർണാടക മുഖ്യമന്ത്രി ശിവകുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ മുഖ്യ അതിഥിയായി വലിയ ഒരു സന്തോഷവും ആവേശവും ഒക്കെ ആളുകൾക്ക് ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും 21 ചുണ്ടൻ വള്ളങ്ങളാണ് ഇത്തവണ നെഹ്റു ട്രോഫി ജലമേളയ്ക്ക് നിരക്കുക. നമ്മൾ പുന്നമടക്കായൽ തൊട്ടടുത്തായി കാണുന്നത് നെഹ്റു പവലിയനാണ്. അതിന് മുന്നിലായി അല്പസമയത്തിനകം തന്നെ ആവേശം നിറച്ചുകൊണ്ട് ഗാലറികളിൽ ആവേശം നിറച്ചുകൊണ്ട് ഇപ്പോൾ ചുണ്ടൻ വള്ളങ്ങൾ ഇവിടേക്ക് എത്തും. ഇരുട്ടുകുത്തി വിഭാഗത്തിലെ വള്ളങ്ങളുടെ മത്സരമാണ് ആദ്യം നടന്നിരുന്നത്. അത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ജലമേളയിലെ ഏറ്റവും ആവേശകരമായ മത്സരം എന്ന് പറയുന്നത് ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരമാണ്. ആദ്യത്തെ ഹീറ്റ്സ് മുതൽ ആവേശം നിറയ്ക്കുന്ന മത്സരമായിരിക്കും. കാരണം കഴിഞ്ഞ തവണ 1ാം സ്ഥാനത്തേക്ക് എത്തിയ വില്ലേജ് ബോട്ട് ക്ലബ് കൈനഗിരി ഉൾപ്പെടെ ആദ്യത്തെ ഹീറ്റ്സിൽ തന്നെ കടന്നു വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആവേശം വളരെയധികമായിരിക്കും. അല്പസമയം കഴിയുമ്പോൾ ഈ വള്ളങ്ങളൊക്കെ ഇവിടെ എത്തിത്തുടങ്ങും. ഓരോ വള്ളങ്ങളും ട്രാക്ക് എൻട്രി നടത്തുന്നത് തന്നെ വലിയ രസമുള്ള കാഴ്ചയാണ്. ഒരുപക്ഷെ കുട്ടനാട്ടുകാരല്ലാത്ത ആളുകളുമൊക്കെ ഈ രീതിയിൽ ഇവിടേക്ക് പലയിടങ്ങളിൽ നിന്നും പല ഭാഗങ്ങളിൽ നിന്നും വരുന്നുണ്ട് എന്നുള്ളതാണ്. എന്താ പറയുക, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ നേരത്തെ തന്നെ എത്തി. കാരണം ഇത്തവണ വള്ളംകളി അങ്ങനെ മാറ്റിവെക്കുകയോ അങ്ങനത്തെ സാഹചര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എവിടെ നിന്ന് എത്തിയതാ? എവിടെ നിന്ന് എത്തിയ? എവിടെ നിന്നാ വരുന്നേ? മേൽപ്പാടം വിയോരം പഞ്ചായത്ത് വിയോരം പഞ്ചായത്ത് മേപ്പാടം ചുണ്ടൻ ഞങ്ങളുടേതാ. ജയിക്കണം. മേപ്പാടം ചുണ്ടൻ ജയിക്കണം. മേപ്പാടത്താൻ ഇത് കോട്ടയം കുമരാങ്കാരനാ. ആർപ്പക്കര ചുണ്ടൻ. ഞങ്ങൾ ഇമ്മാനുവൽ വാട്ടർ കളിക്കുന്നു. വ്യത്യസ്ത ആൾക്കാരെല്ലാം ഇവിടെ അതല്ല, ഇത് വിയോരം. ഞങ്ങൾ കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യൻ വിയോരം. 2 ട്രോഫി എടുത്താണ്. 5 വർഷത്തിനുള്ളിൽ 4 ഫൈനൽ കളിച്ചു. 2 പ്രാവശ്യം ട്രോഫി എടുത്തു. ഒരെണ്ണം ഹൈക്കോടതി കേസായിട്ടിരിക്കുകയാണ്. ഇന്നും ഇവിടെയും വിയോരമേ ജയിക്കൂ. പരിശീലന സമയത്ത് നല്ല ടൈമിംഗ് ആയിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു. അതെ, ഏറ്റവും കുറഞ്ഞ ടൈം എടുത്തിരിക്കുന്നത് വിയോരം ചൂണ്ടനാണ്. തീർച്ചയായിട്ടും വിയോരം. അപ്പൊ നിങ്ങളെല്ലാവരും സുഹൃത്തുക്കളാണ്. വർഷങ്ങളാണ് പക്ഷെ പല ടീമുകളാണ്. ശത്രുക്കളാ. ഞങ്ങൾ വരുമ്പോ വീട്ടിൽ വരുമ്പോ ഞങ്ങൾ എല്ലാവരും സഹോദരങ്ങളാ. ഇവിടെ ശത്രുക്കളാണ് നിങ്ങൾ. ശത്രുക്കളാ. വള്ളംകളി കഴിയുമ്പോ ഞങ്ങൾ സുഹൃത്തുക്കളാ. വെള്ളം കടന്നു വരുന്നതിന്റെ ഒരു ആവേശമാണ് ദൃശ്യങ്ങൾ കാണുന്നത്. ആ ഗ്യാലറികളുടെ ഒരു ഇരമ്പൽ നമുക്ക് കേൾക്കാം. ഇരുട്ടുകുത്തി വള്ളങ്ങളുടെ മത്സരമാണ് നടന്നിരിക്കുന്നത്. ആ വള്ളം കടന്നു വരുന്നതിന്റെ ഒരു എത്രമാത്രം ആവേശത്തോടെയാണ് ആളുകൾ അതിനെ സ്വീകരിക്കുന്നതെന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഫിനിഷിംഗ് ലൈനിലേക്ക് ഇരുട്ടുകുത്തി വള്ളം ഇപ്പോൾ ഫിനിഷിംഗ് ലൈൻ ടച്ച് ചെയ്തിരിക്കുന്നു. അതിന്റെ ഒരു ആവേശമാണ്. അങ്ങനെ ഓരോ വള്ളങ്ങളെയും ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ആവേശകരമായ മത്സരം നടക്കുന്നത് ചുണ്ടൻ വള്ളങ്ങളുടെയാണ്. പക്ഷേ ഇവിടെ നോക്കൂ, ഒരു വള്ളം കടന്നു വന്നപ്പോൾ തന്നെ എത്രമാത്രം ഒരു ഇരമ്പലാണ് ഈ ഗാലറിയിൽ കേൾക്കുന്നതെന്ന്. അതുകൊണ്ട് തന്നെ അത്ര രസകരമായി തന്നെയാണ് ഈ മത്സരത്തെ എല്ലാവരും നോക്കി കാണുന്നത് എന്നുള്ളതാണ്. രഞ്ജിത്ത് ആലപ്പുഴക്കാരനായതുകൊണ്ട് പ്രത്യേകിച്ച് പറയേണ്ടതില്ല എന്ന് തോന്നുന്നു. ഹൃദയ തുടിപ്പായാണ് നമ്മളിപ്പോൾ കണ്ടവർ തന്നെ. എല്ലാവരും ഒരേ ഇടങ്ങളിൽ നിന്ന് വരുന്നവരാണ്. പക്ഷേ സുഹൃത്തുക്കളാണ്. അവർക്ക് എല്ലാം വ്യത്യസ്ത ക്ലബും വ്യത്യസ്ത വള്ളങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിലാണ് മത്സരം പോകുന്നത്. ഇവിടെ പ്രായമുള്ളവർ അങ്ങനെയാണെങ്കിൽ ചെറുപ്പക്കാർ ഇതിനെ ഒരു ആഘോഷമാക്കി മാറ്റുന്നു. ശരിയാണ്, വള്ളംകളി എന്ന് പറയുന്നത് ഒത്തൊരുമയുടെയും
കായികമായി ഉള്ള ഒരു സംയോജനത്തിന്റെയും ഒക്കെ മത്സരമാണ്. 2000-ലധികം പേർ ഈ മത്സരിക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വ്യത്യസ്തമായ ഒരു ഇനം കൂടിയാണ് അത്. ആ ഒരു മത്സര കാഴ്ചകളിലേക്ക്, ആവേശ കാഴ്ചകളിലേക്ക് ആണ് പുന്നമട കടന്നിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ മാസ് ഡ്രിൽ ആരംഭിക്കും. ശരണ്യ, ഈ മത്സരക്രമവും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ്? നമുക്കറിയാം 22 ചുണ്ടൻ വള്ളങ്ങളാണ് ഈ മത്സരത്തിൽ ഏറ്റുമുട്ടുന്നത്. ആവേശകരമായ മത്സരങ്ങൾക്ക് നമ്മളൊക്കെ കാത്തിരിക്കുകയാണ്. എത്ര മണിയോടുകൂടി കൃത്യമായി ആരംഭിക്കും? ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരങ്ങളാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടതായി വരിക. രഞ്ജിത്ത്, ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരം ഏകദേശം 2:30-3 മണിയോട് അടുത്ത് ആരംഭിക്കുമെന്നുള്ളതാണ്. മത്സരം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വേഗത്തിലായിരിക്കും. ആദ്യത്തെ ഹീറ്റ്സ് 4 ട്രാക്കുകളിലായാണ് ആദ്യത്തെ ഹീറ്റ്സിൽ വള്ളങ്ങളുള്ളത്. മൊത്തം 5 ഹീറ്റ്സുകളാണ് ഇത്തവണ ഉള്ളത്. അതിൽ തന്നെ 2 ഹീറ്റ്സുകളിൽ ഒരു ട്രാക്കുകളിൽ 3 ട്രാക്കുകൾ വീതം വള്ളങ്ങളുള്ളത്. ബാക്കി എല്ലാത്തിലും 4 എണ്ണം വെച്ചുണ്ട്. നമുക്കറിയാം മത്സരത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഹീറ്റ്സിൽ മത്സരിച്ച് വിജയിച്ചു എന്നുള്ളതല്ല, മറിച്ച് അതിനപ്പുറത്തേക്ക് ഏറ്റവും നല്ല ടൈമിങ്ങിൽ വരുന്ന 21 വള്ളങ്ങളിൽ ഏറ്റവും നല്ല ടൈമിങ്ങിൽ വരുന്ന 4 വള്ളങ്ങളായിരിക്കും മത്സരത്തിന്റെ ഫൈനൽ കടക്കുക എന്നുള്ളതാണ്. ആ ടൈമിംഗ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. 4.something ആണ് ആ ടൈമിംഗ്. അത് ഇവിടെ പരിശീലന സമയത്ത് തന്നെ ആ 4 മിനിറ്റ് 30 സെക്കൻഡിനടുത്തൊക്കെയുള്ള സമയം പല വള്ളങ്ങളും 37 സെക്കൻഡൊക്കെ പല വള്ളങ്ങളും ആ ഒരു രീതിയിലൊക്കെ പിടിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ മത്സരം എന്ന് പറയുന്നത് തീപാർന്നതായിരിക്കും. ഒന്നാമത്തെ ഹീറ്റ്സിൽ ഉള്ള വള്ളം തന്നെ നമുക്ക് പറയാം. നിലവിലെ ചാമ്പ്യന്മാർ അവരെ മത്സരിക്കുന്നു. തലവടി ചുണ്ടലിൽ വില്ലേജ് ബോട്ട് ക്ലബ്ബ് മത്സരിക്കുന്ന വില്ലേജ് ബോട്ട് ക്ലബ്ബാണ് കഴിഞ്ഞ തവണ നെഹ്റു ട്രോഫി ഉയർത്തിയത്. അവിടെ തന്നെ അന്നും നമുക്ക് പറയാം കഴിഞ്ഞതിന്റെ മുമ്പ് വർഷം പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബുമായി മൈക്രോ സെക്കൻഡുകളിൽ 1005 മൈക്രോ സെക്കൻഡുകളിലെ ഇതിലാണ് വില്ലേജ് ബോട്ട് ക്ലബ്ബിന് അവരുടെ ട്രോഫി നഷ്ടപ്പെട്ടത്. ജയിച്ചെന്ന് കരുതിയിരുന്നാണ് ആ കപ്പ് പോയത്. എന്നാൽ 2025 അവരത് തിരിച്ചു പിടിച്ചു എന്നുള്ളതാണ്. അതൊരു കണ്ണീരോടെയുള്ള ഒരു വിജയാഹ്ലാദമായിരുന്നു. അങ്ങനെ ഒരുപാട് കഥകളുണ്ട്. 1952 മുതലുള്ള നെഹ്റു ട്രോഫിക്ക് നടുഭാഗം ചുണ്ടൻ, അന്ന് തൊട്ടേ പാരമ്പര്യം പേറുന്ന നടുഭാഗം ഉൾപ്പെടെയുള്ള ചുണ്ടനുകൾ മത്സരിക്കുന്നു. ജലരാജാവ് എന്നറിയപ്പെടുന്ന കാരിച്ചാൽ, ഒരുപക്ഷെ ഇവരെ കാരിച്ചാലും ഒക്കെ അവരൊക്കെ അവരുടെ ചരിത്രങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. വില്ലേജ് ബോട്ട് ക്ലബ്ബ് കൈനഗിരി ആണെങ്കിലും പള്ളാത്തുരുത്തി ആണെങ്കിലും 40 വർഷങ്ങൾക്ക് മേൽ ഉള്ള കൈനഗിരിയിൽ തന്നെ 3-4 ക്ലബ്ബുകൾ ഈ മത്സരത്തിൽ ഉണ്ടെന്നുള്ളതാണ്. അത്തരത്തിൽ പള്ളാത്തുരുത്തി രണ്ട് വള്ളങ്ങൾ ഇറക്കുന്നു. ഇതിൽ ഏറ്റവും വ്യത്യസ്തമായി നമുക്ക് തോന്നിയതെന്ന് പറയുന്നത് വനിതകൾ ക്യാപ്റ്റനായിട്ടുള്ള ബോട്ട് വള്ളം ഇത്തവണ മത്സരിക്കുന്നു എന്നുള്ളതാണ്. ലീഡിംഗ് ക്യാപ്റ്റനും അതോടൊപ്പം തന്നെ വള്ളത്തിന്റെ ക്യാപ്റ്റനും ഒപ്പം അവര് വരുന്ന 2 പേരും വനിതകൾ. അങ്ങനെ എനിക്കൊന്ന് നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും അങ്ങനെ വനിതകൾ ക്യാപ്റ്റന്മാരെ എത്തുന്നത്. ആ പ്രത്യേകത കൂടി ഇത്തവണത്തെ നെഹ്റു ട്രോഫിക്കുണ്ട്. ഓണമാണ്, ആഘോഷമാണ്, അതോടൊപ്പം വള്ളംകളിയാണ്. മൊത്തത്തിൽ ആരവത്തിലാണ് പുന്നമടയും പരിസര പ്രദേശങ്ങളും ആലപ്പുഴയും. തീർച്ചയായും അതാണ്. പുന്നമടയും പരിസര പ്രദേശങ്ങളും വലിയ ആവേശത്തിലും ആഘോഷത്തിലും ആഹ്ലാദത്തിലും തിമിർപ്പിലുമാണ്. വള്ളംകളിയുടെ അതിൻ്റെ പരമോന്നത ലഹരിയിലാണ് പുന്നമടക്കായലും പരിസര പ്രദേശവും എന്ന് വേണം മനസ്സിലാക്കാൻ. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.